and I could already feel your kiss. All nights, daydreams, sugar and smoke rings. I've been a fool for strawberries and cigarettes. Always taste like you. Headlights on me, racing through 16. I've been a fool for strawberries and cigarettes. Always taste like blue eyes, black jeans, lighters and candy. I've been a fool for strawberries and cigarettes. Always taste like you, and I could. എന്റെ പൊന്നോ, എന്ത് ലുക്കായി പിശാചിനെ കാണാൻ. മാലാഖയുടെ മുഖവും ചികുത്താന്റെ സ്വഭാവം. എന്റെ കൺട്രോൾ ദൈവങ്ങളെ കാത്തേക്കണേ. എന്ത് സ്മെല്ലായി വെക്ക്. നിന്നെ ഞാൻ എടുത്തോടാടി ഉള്ളിത്തോലെ. എന്റെ തല എന്തെങ്കിലും പൊട്ടിപ്പൊളിയെന്ന്. അപ്പോഴാണ് അവൾക്ക് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ കറണ്ട് അടിക്കുന്ന പോലെ ഓർമ്മ വന്നത്. You bloody rascal! ഇന്നലെ നീ എനിക്ക് കള്ളു തന്നല്ലേ പട്ടി. നിന്നെ ഞാൻ കൊല്ലുകടാ. ഒരു പൂതനെന്റെ മുട്ടീന്ന് കണ്ടടി. എനിക്ക് വേദനിക്കുന്നത്. നിന്നെ ഞാൻ കൊല്ലുകടാ. കുറെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം രാത്രി അവർ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവൾ അടുക്കളയിൽ പാത്രം കഴിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് അവളുടെ പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ അവൾക്ക് മനസ്സിലായി. തിരിഞ്ഞു നോക്കാതെ തന്നെ അറിയാമായിരുന്നു അവൾക്ക് അതാരായിരിക്കുമെന്ന്. അവൾ അവനെ മൈൻഡ് ചെയ്യാണ്ട് നിന്നു. എന്നാൽ അവന്റെ ചുടുശ്വാസം അവളുടെ കഴുത്തിൽ പതിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു നിമിഷം അവൾക്ക് എന്തോ ഒരു തരം വികാരം അവളുടെ ഉള്ളിൽ അനുഭവപ്പെട്ടു. എന്നാൽ അത് എന്ത് തരം ഫീലിംഗ് ആണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൻ ഒരു വഷളൻ ചിരിയോടെ അവളിൽ നിന്ന് മാറി അകത്തേക്ക് പോയി. ദിവസങ്ങൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അതുപോലെ തന്നെ അവന്റെ ഫ്ലേട്ടിങ്ങും. ഇപ്പൊ നല്ല രീതിയിൽ അവൻ അവളെ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു മാരേജ് ഫംഗ്ഷൻ കഴിഞ്ഞ് അവർ റൂമിലേക്ക് കയറി. സത്യം പറഞ്ഞ അവന് അവളോട് വാശിയും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും അവളുടെ അതീവ സൗന്ദര്യത്തിന് മുന്നിൽ അവൻ പലപ്പോഴും അവൻ പോലും അറിയാതെ അവളെ മതിമറന്ന് നോക്കി നിന്നിട്ടുണ്ട്. എന്താണ് ഈ കാണിക്കുന്നേ? മാറ്, വിടന്നെ, വിട്ട. പക്ഷേ അവൾ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപേ
അവന്റെ അധരങ്ങൾ അവളുടെ മൃദുലമായ അധരങ്ങളെ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. നീ എന്തേ കൈയെടുക്ക്. എന്താടി നീ ഇപ്പൊ തല്ലുന്നില്ല എന്നെ? മാറി നിക്കടാ. നീ എനിക്ക് നേരിലുള്ള ദേഷ്യം വാശിന് പുറത്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. അവൾ പറഞ്ഞതൊന്നും അവൻ കേട്ടില്ല. മറിച്ച് അവന്റെ ശ്രദ്ധ മുഴുവൻ അവൻ സ്വന്തമാക്കിയ അവളുടെ മൃദുവായ ചുവന്ന തുടുത്ത അധരങ്ങളിലായിരുന്നു. അവന്റെ കൈകാലുകൾ നിലച്ചതുപോലെ, ചുണ്ടുകൾ പറ്റി വരളുന്നത് പോലെ. അവൻ പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെയും അവളുടെ ചുണ്ടുകളെ അവൻ സ്വന്തമാക്കി. അവളുടെ ചുണ്ടിൽ നിന്ന് ചോര പൊടിഞ്ഞിട്ടും അവളെ വിടാൻ അവൻ തയ്യാറായില്ല. അത്രമേൽ അഡിക്റ്റീവായി തോന്നി അവന് അവളുടെ അധരങ്ങൾ. ഓ ഡാമിറ്റ്, എനിക്ക് എന്തായി പറ്റുന്നേ? ഞാൻ എന്തിനാ ഒരു മാഗ്നറ്റ് പോലെ അവളിലേക്ക് ഇങ്ങനെ അടുക്കുന്നത്? ഓ, ഇനി ഇതാണ് പ്രണയം? അപ്പം ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടോ? അതോ ഇതുവരെ ലസ്റ്റ് ആണോ? ഓ മൈ ഗോഡ്. എനിക്ക് എന്തൊക്കെയായി സംഭവിക്കുന്നത്? അവരെന്തിനും ഇങ്ങനൊക്കെ? അവൻ വാശി തീർക്കുകയാണോ? അതോ അവരെന്നോട് ശരിക്കും ഇഷ്ടമുണ്ടോ? ഏയ് നോ തയ്യ, നോ. നീ ഇങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. അവൻ നിന്റെ ശത്രുവാ. പക്ഷെ അവൻ എന്നെ തൊടുമ്പോ, അവൻ എന്നെ ഫോഴ്സ്ഡ് ആയിട്ടാണ് കിസ് ചെയ്യുന്നെങ്കിലും അവന്റെ ഓരോ ടച്ചിലും ഞാൻ പൊള്ളി പിടയുക. അതെന്താ അങ്ങനെ? എനിക്ക് അവനോട് ഫീലിങ്സ് ഉണ്ടോ? ഓ, എനിക്ക് പിടിക്കുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞ് രാത്രി ഒരു ഫോൺ കോൾ വന്നു. അവൻ ആക്സിഡന്റ് ആയി ഹോസ്പിറ്റലിലാണെന്ന്. എന്താടാ മോനെ, എന്താ പറ്റിയത്? ഏയ് പേടിക്കാനൊന്നുമില്ല അച്ഛാ, വണ്ടിയിൽ നിന്ന് വീണതാ. കാലില് ചെറിയ പൊട്ടലുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. നീ എന്താ ആലോചനാണ് ഈ വണ്ടി ഓടിക്കുന്നേ? വേറെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? പക്ഷെ വേറൊരാൾ അവിടെ ഷോക്കായി നിറ കണ്ണുകളോടെ നിൽക്കുകയാണ്. അവനെ അവസ്ഥയിൽ കണ്ടപ്പോൾ അവളുടെ ഹൃദയം വല്ലാണ്ട് വിങ്ങി. അവനെ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആക്കി. ബാക്കിയുള്ള 1 മാസം അവൾ തന്നെയാണ് അവനെ കെയർ ചെയ്തത്. എന്നാൽ അവൻ ഇപ്പോൾ ഈ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഭാര്യയുടെ മാത്രം സ്നേഹമല്ല, ഒരമ്മയുടെ കരുതൽ കൂടിയാണ്. നിക്ക്, പോവല്ലേ, 1 മിനിറ്റ്. എന്ത് വേണം പറ. നീ എന്തിനാ എന്നെ ഇത്രയും നാള് ഇതുപോലെ കെയർ ചെയ്ത? പിന്നെ ഇവരെയൊക്കെ കാണിക്കാൻ വേണ്ടിയാണെന്ന് മാത്രം നീ എന്നോട് പറയണ്ട. പറയടി, നിനക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യാണോ? തേയ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇപ്പൊ പറയുന്ന കാര്യം കേട്ടാ നീ എന്നെ വിശ്വസിക്കില്ല, എനിക്കറിയാം. പക്ഷെ എനിക്ക് എന്നോട് തന്നെ കള്ളം കാണിച്ച് നിൽക്കാൻ വയ്യ.
I think I'm in love with you. തേയ, ഇത് വാശിയുടെ പുറത്ത് പറഞ്ഞതല്ല. എനിക്ക് നിന്നെ ഇഷ്ടാ. ഒരു അമ്മയുടെ സ്നേഹവും കരുതലും ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നാൽ ഈ ഒരു മാസം കൊണ്ട് നീ തന്ന സ്നേഹം അതെനിക്ക് വേണം തേയ, ജീവിതകാലം മുഴുവനും. എനിക്കറിയാം എന്നെ പോലെ ഒരുത്തനും നിനക്ക് പ്രണയിക്കാൻ കഴിയില്ലെന്ന്. പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടടി. റിയലി റിയലി ഐ ലവ് യു തേയ. നിന്റെ വായി നീ ഒരു കാര്യം കേൾക്കാൻ ഞാൻ എത്ര തവണ കൊതിച്ചിട്ടുണ്ടായിരുന്നു അറിയും നിനക്ക്. എടി, അപ്പോ നിനക്കെന്നെ? അതെ, എനിക്ക് നിന്നെ ഇഷ്ടാണ്. അത് എപ്പോഴാണ് ഇങ്ങനെ തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നപ്പോ നിന്നെ. ഞാൻ എന്നോട് തന്നെ ചോദിക്കുമായിരുന്നു, എന്നാ നിനക്കെന്ന് ആക്സിഡന്റ് ആയിട്ടേ അന്ന് ഞാൻ മനസ്സിലാക്കി എനിക്കുള്ളിൽ എന്താണെന്ന്. ഐ ലവ് യു ജെ. എടി എടി, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലടി. അവൻ അതും പറഞ്ഞ് അവളെ എടുത്തു പൊക്കി. പൊണ്ടാട്ടി എങ്ങിട്ട് യെസ് சொல்லிட்டு അപ്പോ എങ്ങനെ ആരംഭിക്കലാമാ? അയ്യടാ, ഞാനൊന്ന് എസ് പറയാൻ കാത്തിരിക്കുവായിരുന്നല്ലേ നീ. പിന്നെ അല്ലാണ്ട് എത്ര ദിവസം എന്റെ കൺട്രോൾ പോയിട്ടുണ്ടെന്ന് അറിയോ നിനക്ക്? വിശന്നിരിക്കുന്നതിന്റെ മുമ്പിൽ പാൽപ്പായസം കൊണ്ടുവച്ച അവസ്ഥയായിരുന്നു എനിക്ക്. ഇനി എനിക്ക് പറ്റത്തില്ല. ഇങ്ങോട്ട് പാടി. കടിക്കാതെ വേദനിക്കുന്നു. ഞാനിങ്ങ് പോവില്ല, ഇവിടെ തന്നെ ഇല്ല. പിന്നെ ഇങ്ങനെ ഓർത്ത് കാണിക്കും. ആകാശം പോലെ അകലെ. I'm really sorry there. എനിക്ക് എന്താ പറയാ,